കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ ശ്രദ്ധേയമായ മലയാള സാഹിത്യകൃതികളുടെ രചയിതാക്കളുടെ ഒരു പ്രത്യേകത അവരുടെ രചനകളിലെ ഒരു ദൃശ്യ ശക്തിയാണ്. ദൃശ്യത അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ സെൻസ് എന്ന് പറയുന്നത് അപാരമാണ്. ഇവരൊക്കെ പലരും സിനിമ തിരക്കഥ രചയിതാക്കളും കൂടെയാണ് എന്നുള്ളതും വാസ്തവത്തിൽ ഇവരുടെ ഈ കാഴ്ചപ്പാടുകളുടെ അല്ലെങ്കിൽ രചനാ രീതിയെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ രീതികളെ എത്രമാത്രം ദൃശ്യ സൗന്ദര്യം അല്ലെങ്കിൽ ദൃശ്യങ്ങളുടെ പ്രാധാന്യം അവരെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിന് കൂടെ തെളിവാണ്. നമ്മളിപ്പോൾ ഇതിനകം ചർച്ച ചെയ്ത സാഹിത്യകൃതികളുടെ സാഹിത്യ രചയിതാക്കളുടെ പലരും ഈ തിരക്കഥ രചയിതാക്കളും കൂടിയാണ്. ഇന്ദുഗോപൻ അല്ലെങ്കിൽ സന്തോഷ് ചിക്കാനം, ഷാജി കുമാർ, ഇവരെ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട മലയാള സാഹിത്യ രംഗത്തെ സമീപകാലത്തെ സമകാലിക മലയാള സാഹിത്യ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട പേരാണ് എസ് ഹരീഷ്. ഹരീഷിൻ്റെ മുൻ നോവലുകളായ മീശ, ഓഗസ്റ്റ് 17 എന്നിവ വാസ്തവത്തിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചത്. മീശ അത് വർഗീയ വിഭാഗങ്ങളെ അല്ലെങ്കിൽ വർഗീയത എങ്ങനെയൊക്കെയാണ് മലയാളി ജീവിതത്തെ കാർന്നു തിന്നുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ആഖ്യായികയായിരുന്നു. അതിനെതിരെ വർഗീയ ശക്തികൾ വലിയ ബഹളം വയ്ക്കുകയും അതിനെതിരായി സമരം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. ഓഗസ്റ്റ് 17 ഈ മലയാളത്തിലെ ഈ കൗണ്ടർ ഫാക്ച്വൽ എന്ന് പറയുന്ന യഥാർത്ഥ സംഭവങ്ങളെ പൂർണ്ണമായിട്ടും തലകുത്തി നിർത്തുന്ന വളരെ പുതിയ ഒരു രീതിയാണ് അത് അവലംബിച്ചത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നോവലാണ് പട്ടുനൂൽ പുഴു. ഇതാണ് ഈ പട്ടികയിൽ, മനോരമയുടെ കഴിഞ്ഞ 25 വർഷത്തെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നോവൽ. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നു കേട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം. ഹരീഷും നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം തിരക്കഥാകൃത്താണ്, വളരെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്താണ്. ഇപ്പോൾ ജോസ് പല്ലിശ്ശേരിയുടെ വളരെ ശ്രദ്ധേയമായ കുറേ സിനിമകൾ, നൻപകൽ മയക്കം, ചുരുളി, ജല്ലിക്കെട്ട്, ഇതിൻ്റെയൊക്കെ തിരക്കഥാകൃത്താണ് ഹരീഷ്. ഈ പുസ്തകം ഹരീഷ് തന്നെ പറയുന്നത് വാസ്തവത്തിൽ പട്ടുനൂൽ പുഴു അദ്ദേഹം മീശയ്ക്കും ഓഗസ്റ്റ് 17 മുമ്പ് തന്നെ ആദ്യം തീരുമാനിച്ചു. അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കഥാസമാഹാരങ്ങൾ വളരെ ഒന്നിലേറെ പുറത്തു വന്നിട്ടുണ്ട്. ഇവയ്ക്കൊക്കെ വലിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മീശ വയലാർ അവാർഡ് നേടി, കേരളത്തിൻ്റെ സാഹിത്യ അക്കാദമി അവാർഡ് നേടി. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ മുസ്റ്റാഷ് എന്നുള്ളത് വളരെ പ്രശസ്തമായ JCB ലിറ്ററേച്ചർ അവാർഡും നേടിയിട്ടുണ്ട്. അങ്ങനെ പുരസ്കാരങ്ങൾ കൊണ്ടും അംഗീകാരം കൊണ്ടും ഒക്കെ വളരെ ശ്രദ്ധേയനാണ് ഹരീഷ്. അദ്ദേഹം പറയുന്നത് ഈ പട്ടുനൂൽ പുഴുവാണ് വാസ്തവത്തിൽ അദ്ദേഹം എഴുതാൻ ഉദ്ദേശിച്ച ആദ്യത്തെ നോവൽ, മീശയ്ക്കും ഓഗസ്റ്റ് 17 ഒക്കെ മുമ്പ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം ഇത് എഴുതിയത് ഈ പറഞ്ഞ പോലെ അവയ്ക്ക് രണ്ടിനും ശേഷം മാത്രമാണ്. അദ്ദേഹം മറ്റു ചില പ്രത്യേകതകളും കൂടെ ഈ നോവലിനെ പറ്റി പറയുന്നുണ്ട്. മറ്റ് 2 നോവലുകളും കഥാപാത്രങ്ങളുടെയും സംഭവങ്ങളും ധാരാളമുള്ള കൃതികളാണ്. എന്നാൽ ഇതിലങ്ങനെയല്ല, വളരെ കുറച്ച് മാത്രം കഥാപാത്രങ്ങളേ ഉള്ളൂ. ഇവരാകട്ടെ ഇവരുടെ ഒരു ഏകാന്തതയുടെ അല്ലെങ്കിൽ അവരുടെ മനസ്സുകളിലേക്കാണ് വാസ്തവത്തിൽ ഈ പുസ്തകം കൂടുതൽ. ഹരീഷ് പറയുന്നത് മറ്റേ പുസ്തകങ്ങൾ അങ്ങനെയല്ല, അത് വളരെ വ്യക്തമായ രാഷ്ട്രീയ മുഴക്കങ്ങളുള്ള, രാഷ്ട്രീയ നിലപാടുകളുള്ള രചനകളായിരുന്നെങ്കിൽ ഇത് കൂടുതലും അങ്ങനെയല്ല. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഏകാന്തമായ മനസ്സുകളിലേക്കുള്ള, ഇതിനോടത്തുള്ള ഏതാനും ചുരുക്കം വരുന്ന കഥാപാത്രങ്ങളുടെ മനസ്സുകളുടെ വളരെ വിഹ്വലമായ ലോകത്തേക്കാണ് ഇതിൻ്റെ യാത്ര ചെയ്യുന്നത്. ഇതിൽ മരണം, ഭ്രാന്ത്, പ്രണയം, വായന, ഇതെല്ലാം കൂടിക്കലരുന്ന ഒരു പ്രത്യേക ലോകമാണ് ഹരീഷ് സൃഷ്ടിച്ചിരിക്കുന്നത്.
കഥാപാത്രങ്ങൾക്ക് വളരെ പ്രശസ്തമായ സാഹിത്യകൃതികളിലെ ചില പേരുകളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന് സാംസ എന്നാണ് 13 വയസ്സുള്ള ഇതിൻ്റെ നായകൻ്റെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര്. സാംസ എന്നുള്ളത് ഗ്രിഗോർ സാംസ എന്ന വളരെ പ്രശസ്തമായ ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫോസിസിലെ കഥാപാത്രമാണ്. ഒരു ദിവസം ഉണർന്നപ്പോൾ താനൊരു ഷഡ്പദമായി മാറി എന്ന് തിരിച്ചറിയുന്ന സാംസയുടെ കഥ. അതുപോലെ അതാണ് ഈ നാട്ടുമ്പുറത്തുള്ള, ഈ കോട്ടയം ജില്ലയിലെ ഒരു നാട്ടുമ്പുറത്ത് ജനിച്ച് അവിടെ കഴിയുന്ന, അവിടുത്തെ മാത്രം ഒരു കുഗ്രാമത്തിൻ്റെ ജീവിതത്തിൽ മാത്രം കടന്നു പോകുന്ന സാംസയുടെ പേര് സാംസ എന്നാണ്. അതുപോലെ ഇതിലെ നായിക എന്ന് വിളിക്കാമോ എന്നറിയില്ല, പ്രധാനപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, 13 വയസ്സുകാരിയ ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് നടാഷ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും എന്ന ബൃഹത് കൃതിയിലെ കഥാപാത്രമാണ്. ഈ ഹരീഷിൻ്റെ നായിക നടാഷയുടെ ഒരു പ്രത്യേകത, അതൊരു മരിച്ച പെൺകുട്ടിയാണെങ്കിലും കഥയിലുടനീളം സന്നിഹിതയായ ഒരു പെൺകുട്ടിയാണ്. പ്രത്യേകിച്ച് സാംസയ്ക്ക് ഒപ്പം, സാംസയും 13കാരനാണ്. ഇത് വളരെ, സാംസയൊക്കെ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച കുട്ടിയാണെങ്കിലും ആ 13 വയസ്സിൽ തന്നെ ജീവിതം ഒടുങ്ങിയതുകൊണ്ട് ആ പ്രായത്തിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. ഈ സാംസയ്ക്ക് മാത്രമാണ് ആ കുട്ടിയുടെ സാന്നിധ്യം അറിയാൻ കഴിയുന്നത്. സാംസയുടെ അച്ഛൻ്റെ പറമ്പിൽ കുടില് കെട്ടി താമസിച്ചിരുന്ന ഒരു പഴയ കുടിയാൻ ദാമു, ആ ദാമുവിൻ്റെ കുടുംബത്തിൽ, ദാമുവിൻ്റെ അനിയത്തിയാണ് ഈ കുട്ടി. സാംസയുടെ ഒപ്പം ഈ കുട്ടിയെപ്പറ്റി അറിഞ്ഞതിന് ശേഷം ഈ കുട്ടി സാംസയുടെ കൂടെ, സാംസയുടെ എന്താ പറയുക, ഈ ഇരുണ്ട ഏകാന്തമായ ലോകത്തെ ഒരുപാട് മുതിർന്നവരുടെ ഒരുപാട് പ്രത്യേക സവിശേഷമായ ചില കൈക്രിയകളുടെയും അവരുടെ രീതികൾക്കുമൊക്കെ നിശബ്ദം സാക്ഷിയാവുകയും ഞെട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഈ കുട്ടിയുടെ ഒപ്പം ജീവിച്ചു പോകുന്നതാണ് ഈ പെൺകുട്ടി നടാഷ. ഈ പെൺകുട്ടിയെ തിരിച്ചറിയുന്ന ഈ നോവലിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമാണ്. ഇലു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സാംസയുടെ പട്ടി, പിന്നെ പൊരുന്ന കോഴികളുണ്ട്. അവരൊക്കെ ഈ രണ്ടുപേരെ കാണുന്ന പോലെ, അതായത് കഥാപാത്രം സാംസ വരുമ്പോൾ ഒപ്പം രണ്ടുപേരെ കാണുന്ന പോലെ ഇലുവും പൊരുന്ന കോഴികളും പ്രതികരിക്കുന്നൊക്കെയുണ്ട്. ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകത, മറ്റ് പല നോവലുകളെ പറ്റിയും പറഞ്ഞതിൻ്റെ മലയാളത്തിലെ പ്രത്യേകിച്ച് ഈ പുതിയ നോവലുകളുടെ ഒരു പ്രത്യേകത, മലയാള ഭാഷയുടെ ഒരു ഏകതാനത, ഹോമോജനൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മം അല്ലെങ്കിൽ അവരുടെ ഒരു ചെയ്തി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മലയാളത്തിലെ ഭാഷ വാസ്തവത്തിൽ ജില്ലകൾ തോറും വ്യത്യസ്തമായിട്ടുള്ള നാട്ടുഭാഷാ വഴക്കങ്ങളുടെ ഒരു സമ്പന്നമായിട്ടുള്ളൊരു കലവറയാണ്. അത് ആ പ്രദേശത്തെ ഭാഷയുടെ വ്യത്യാസം. ഈ കേരളം വാസ്തവത്തിലൊരു കൊച്ചു രാജ്യമാണ്. അപ്പാടെ വളരെ കുറച്ച് പേർ, 3.5 കോടി മനുഷ്യർ മാത്രം ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിലും ഇവിടെ എത്രയോ മലയാളം, 6 മലയാളിക്ക് 100 മലയാളം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് തരം മലയാളങ്ങളുണ്ട്. ഈ നമ്മുടെ ഈ ചർച്ചകളിൽ പരാമർശിച്ച നോവലുകളെല്ലാം ആ പ്രദേശത്തിൻ്റെ ഒരുപക്ഷെ പെട്ടെന്ന് ഈ പോപ്പുലർ കൾച്ചറിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു അധിനിവേശത്തിൽ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടുഭാഷ വഴക്കങ്ങളെ സംരക്ഷിച്ച് നിർത്തുകയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റായി പോകുന്നതിനെ തടഞ്ഞു നിർത്താനൊക്കെ കഴിയുന്നത്. ഇത് എല്ലാ പുസ്തകത്തിലും ഷാജികുമാർ കാസർഗോഡ് ഭാഷ പറയുന്നു. മനുഷ്യൻ്റെ ആമുഖം നിന്ന് കൊച്ചി പ്രദേശത്തിൻ്റെ ഒരു ഭാഷയാണ്. സന്ധ്യാമേരിയുടെ ആണെങ്കിൽ ഹൈ റേഞ്ചിൻ്റെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രത്യേകതയുണ്ട്. കമ്പിളികണ്ടം അതുപോലെ ആ പ്രദേശത്തിൻ്റെ ഭാഷയാണ്. ഇങ്ങനെ എല്ലാ ഈ പുതിയ സാഹിത്യ കൃതികളുടെ ഒരു സവിശേഷത അവരുടെ ആ പ്രദേശത്തിൻ്റെ മാത്രമായിട്ടുള്ള ആ ഒരു സംസ്കൃതിയുടെ ഭാഗമായ രൂപങ്ങളും അതിലേറെ ഭാഷയും കൊണ്ടുവരുന്നു. അപ്പോൾ ഹരീഷിൻ്റേത് കോട്ടയം ജില്ലയിലെ ഒരു ഉൾനാടൻ ഭാഷ ഉണ്ടെന്ന് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഈ പല നമ്മുടെ സാഹിത്യകാരന്മാരും പ്രകൃതിയെ വർണ്ണിക്കുകയും പ്രകൃതിയുടെ ഭംഗി, സൗന്ദര്യം വർണ്ണിക്കുകയും അതിൻ്റെ വന്യത, വലിയ ഘോരവനങ്ങളെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, സാഗരങ്ങളെക്കുറിച്ച് ഒക്കെ വർണ്ണിക്കുമെങ്കിലും ഹരീഷും ചെയ്യുന്നുണ്ട്. പക്ഷേ ഹരീഷ് അതിസാധാരണമായ പുരയിടങ്ങളുടെ ഒരു ഘടനയും ഒരു സവിശേഷതയാണ് ഈ കഥയിലുടനീളം അദ്ദേഹം വിവരിക്കുന്നത്. അതായത് ഉൾനാടുകളിലെ ഇല്ലാതായി വരുന്ന പുരയിടങ്ങളുടെ, വീട്ടുപറമ്പുകളുടെ, തൊടിയെന്നും പറമ്പെന്നും
പുരയിടം എന്നൊക്കെ വിളിക്കുന്ന ആ പുരയിടത്തിൻ്റെ അതിസാധാരണമാണ്. വാസ്തവത്തിൽ അതൊരു വലിയ നാടകീയമായ സംഭവങ്ങളൊന്നുമില്ല. അതിങ്ങനെ കൃഷി ചെയ്യുന്നു, ഇന്ന സമയത്ത് ഇന്നത് കൃഷി ചെയ്യുന്നു, ആ പുരയിടത്തിൽ കാണുന്ന സാധാരണപ്പെട്ട മരങ്ങൾ എന്തൊക്കെയാണ്. പക്ഷേ അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഈ ഹരീഷിൻ്റെ അതാ പറഞ്ഞ ഒരു വളരെ അതിസാധാരണത്വത്തിൽ കാണുന്ന ഒരു സവിശേഷതയും സൗന്ദര്യം മാത്രമല്ല അതിൻ്റെ വൈരൂപ്യവും അതിൻ്റെ വിരസതയും ഒക്കെ ഈ ഹരീഷിൻ്റെ പുസ്തകത്തിൽ കാണും. അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളില്ലെങ്കിലും ഉള്ള കഥാപാത്രങ്ങളെല്ലാം വളരെ ശക്തരായ കഥാപാത്രങ്ങളാണ്. അതിലൊരാളാണ് സ്റ്റീഫൻ എന്ന കഥാപാത്രം. സ്റ്റീഫൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. സ്റ്റീഫൻ ആണെങ്കിൽ ഒരു ഇടയ്ക്ക്, അതായത് വർഷത്തിൽ ഒരു ഇടവേളയിൽ മാത്രം കടുത്ത ഭ്രാന്ത് വരുന്ന ഒരു യുവാവാണ്. ആ ഭ്രാന്ത് വരുമ്പോൾ ആ നാട്ടിൻപുറത്ത് അദ്ദേഹത്തിന് നാട്ടുകാരെല്ലാം കൂടെ ചികിത്സിക്കുന്നത് എങ്ങനെ വെച്ചാൽ അദ്ദേഹത്തെ തല്ലി പിടിച്ച് മർദ്ദിച്ച് ഒരു മരത്തിൽ ഈന്തുമരം എന്നാണ് പറഞ്ഞത്, ആ ഈന്തുമരത്തിൽ കെട്ടിയിടുകയാണ്. മഴയത്തും കാറ്റത്തും വെയിലത്തും രാവും പകലുമൊക്കെ അവിടെ ചങ്ങലക്കിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് മാറാൻ നാട്ടുകാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മരുന്ന്. അതിനെപ്പറ്റി ഹരീഷ് എഴുതുന്നതായി സ്റ്റീഫൻ്റെ ആ അവസ്ഥയെക്കുറിച്ച്. മദം പൊട്ടിയ മൃഗത്തെ പോലെ ഈന്തിന് ചുറ്റും ചങ്ങലയും വലിച്ചാണ് സ്റ്റീഫൻ്റെ പിന്നീടുള്ള നടപ്പ്. അവിടെ നിന്ന് അവൻ ഉച്ചത്തിൽ കൂവുകയും തെറി വിളിക്കുകയും ചെയ്യും. കാഴ്ചക്കാരായി നിൽക്കുന്നവരെ കല്ലെടുത്തെറിയും. നാട്ടുകാരെ പറ്റിയുള്ള രഹസ്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയും. അവിടെ തന്നെ വിസർജിക്കും. രാത്രിയിലും അല്പം പോലും ഉറങ്ങില്ല. ആ സമയത്ത് മൂത്രമൊഴിക്കാൻ വീടുകൾക്ക് പുറത്തിറങ്ങുന്നവർ അങ്ങകലെ അവൻ്റെ കണ്ണുകളുടെ തിളക്കം കാണും. കുട്ടികളെ കണ്ടാൽ സ്റ്റീഫൻ ചങ്ങലയിൽ കിടന്ന് സ്നേഹത്തോടെ കൈകാണിച്ച് വിളിക്കും. ആരും അടുത്തേക്ക് പോവില്ല. ബന്ധനസ്ഥനായ സ്റ്റീഫന് ദിവസം ഒരു നേരമേ ഭക്ഷണവും വെള്ളവും കൊടുക്കൂ. ശരീരം തളർന്ന് ഭ്രാന്തിറങ്ങിപ്പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു വെയിലിൽ കരിഞ്ഞ്, മഴയാണെങ്കിൽ നനഞ്ഞ്, മഞ്ഞാണെങ്കിൽ വിറച്ച് സ്റ്റീഫൻ അങ്ങനെ നിൽക്കും. ക്രമേണ ദിവസങ്ങൾ കഴിയും തോറും ആ ഭാഗത്തു നിന്നുള്ള ശബ്ദ കോലാഹലങ്ങൾ നേർത്തു വരും. ആളുകളുടെ കൗതുകങ്ങൾ അവസാനിക്കുന്ന സമയത്ത് സാംസ അതുവഴി നടന്നുപോയി അകലെ നിന്ന് ഈന്തുമരത്തെ നോക്കാറുണ്ട്. മുഴുത്ത തടിയും മുകൾ ഭാഗത്ത് ആ ദിവസങ്ങളിൽ തളർത്ത ഇലകളുമായി അതങ്ങനെ കുലുക്കമില്ലാതെ നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ ശരീരം കരുവാളിച്ചും വെള്ളം വറ്റിയും പോയ സ്റ്റീഫൻ അനക്കമില്ലാതെ ചുവട്ടിൽ കിടക്കുന്നത് കാണാം. 2 മാസത്തിന് ശേഷം ചങ്ങലയഴിച്ച് അവനെ സാംസയുടെ വീടിന് മുന്നിലെ കുളത്തിലേക്ക് നടത്തിക്കൊണ്ടുവരും. സാംസ ശ്രദ്ധിച്ചു. സ്റ്റീഫൻ്റെ കാലിൽ പഴുത്ത ഒരു വ്രണമുണ്ട്. എല്ലാവരും ചേർന്ന് അവനെ തേച്ചുരച്ച് കുളിപ്പിച്ചെടുക്കുന്നത് സാംസ കണ്ടു. സ്റ്റീഫൻ പഴയ സ്റ്റീഫനായി ചെളിയും പഴുപ്പ് കുളത്തിലുപേക്ഷിച്ച് കവലയ്ക്ക് നടന്നുപോയി. ഉറക്കം കഴിഞ്ഞവനെ പോലെ ഉന്മേഷത്തോടെ പെരുമാറി. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നു കേട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം. ഈ സ്റ്റീഫൻ സാംസ 13 വയസ്സേ ഉള്ളൂ. മുതിർന്ന അവർ പലരും സാംസയെ അവഗണിക്കുകയാണ് പതിവ്. സാംസ ഒരു പ്രത്യേകതരം കുട്ടിയാണ്. പക്ഷേ സ്റ്റീഫനാണ് സാംസയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അതുകൊണ്ട് സ്റ്റീഫനൊപ്പമാണ് സാംസയുടെ ജീവിതം. അല്ലെങ്കിൽ സ്റ്റീഫൻ്റെ ജീവിതത്തിൽ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഈ നോവലിലുണ്ട്. ഇത് മലയാളത്തിലും ഈ പറഞ്ഞ പോലെ ഒരു പുതുമയുള്ള പ്രമേയമാണ്, പുതുമയുള്ള ആഖ്യാനമാണ്. പുതുമയുടേതായ ഒരുപാട് ഉദാഹരണങ്ങൾ ആണ് നമ്മുടെ ഈ 25 വർഷത്തെ നോവലുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സ്വന്തം സൃഷ്ടി ആണ് എസ് ഹരീഷ് നമുക്ക് നൽകിയിരിക്കുന്നത്.